അങ്ങനെ കുറേ അധികം മലയാള സിനിമകൾ തന്നെ 2024 കടന്നുപോയി, 2025 തുടങ്ങി. അതിൽ ആദ്യത്തെ സിനിമയായിട്ടുള്ള ഐഡന്റിറ്റി റിലീസ് ആവുകയും ചെയ്തു. ഞാൻ ആ ഒരു സിനിമ കണ്ടിട്ടില്ല. അങ്ങനെ ഈ ഒരു വർഷം ആദ്യമായിട്ട് ഞാൻ രേഖാചിത്രം കണ്ടു തുടങ്ങണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ ഞാൻ ഇത് രേഖാചിത്രം കണ്ടു. അപ്പോൾ ആ ഒരു സിനിമയെ കുറിച്ചാണ് ഞാൻ ഒരു വീഡിയോയിൽ പറയുന്നത്. രേഖാചിത്രം ആ ഒരു പേരിൽ തന്നെ ഉണ്ട് അവരെന്താണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു സിനിമയിലെ മെയിൻ ക്യാരക്ടറുള്ള അനശ്വരരാജിൻ്റെ ക്യാരക്ടർ നെയിമാണ് രേഖ. അപ്പോൾ ആ ഒരു രേഖനെ കുറിച്ചുള്ള ഒരു കഥ എന്നുള്ള രീതി വേണമെങ്കിൽ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. അല്ലെങ്കിൽ രേഖാചിത്രം എന്നുള്ള മലയാളം വേർഡിൻ്റെ അർത്ഥം എന്ന് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ ക്യാരക്ടർ സ്കെച്ച് മീൻസ് ആ ഒരു ക്യാരക്ടറിനെ ആ ഒരു സ്കെച്ച് വരയ്ക്കില്ല, ആ ഒരു ഇതിനെ അങ്ങനെ രീതിയിൽ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. അതെല്ലാം ഓഡിയൻസിന് ഇട്ടുകൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് കണ്ട ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം എന്താണ് ആ ഒരു ടൈറ്റിൽ അങ്ങനെ വെക്കാൻ റീസൺ. അപ്പോൾ ഇതിൻ്റെ കഥയിലേക്ക് വരാണെങ്കിൽ ഇതൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ക്രൈം ത്രില്ലറാണ്. ഇതിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായിട്ടാണ് ആസിഫ് അലി വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സിനിമകൾ നിങ്ങൾ ധാരാളം കണ്ടിട്ടുണ്ടാവാം. ആസിഫ് അലിയുടെ തന്നെ കഴിഞ്ഞ വർഷം അതുപോലെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ മലയാള സിനിമയിൽ തന്നെ ഇഷ്ടം പോലെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ത്രില്ലർ ഉണ്ട്. പക്ഷേ ഇതിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ കഥയാണ്. കാരണം ഈ ഒരു സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ കഥയിൽ മറ്റ് ക്രൈം ത്രില്ലറിനേക്കാളും ഉപരി ഈ ഒരു കഥയിൽ വന്ന മാറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാള സിനിമനെ ഭയങ്കരമായിട്ട് ഈ ഒരു കഥയിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അതായത് 1985 ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിലെ ഒരു കേസിന് ആസ്പദമായിട്ടുള്ള സംഭവമാണ് ഈ ഒരു സിനിമ. അതായത് രേഖ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അനശ്വരാജൻ്റെ ക്യാരക്ടർ ആള് മിസ്സിങ് ആയതും പിന്നെ അതൊരു കൊലപാതകം എന്നൊക്കെ കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ മിസ്റ്ററീസ് എന്താണ്. അങ്ങനെ രേഖയുടെ ഈ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വരുന്ന ഓഫീസറാണ് ആസിഫ് അലി. അപ്പോൾ ഈ ഒരു സിനിമയിൽ മലയാള സിനിമ എങ്ങനെ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാതോട് കാരം എന്ന് പറഞ്ഞിട്ടുള്ള മമ്മൂട്ടിയുടെ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു സിനിമ കാണുന്നതിന് മുമ്പ് അതിലെ ഒന്നില്ലെങ്കിൽ അതിൽ ആ ഒരു പാട്ടെങ്കിലും കേട്ടിരിക്കുക. അതിൽ ഫേമസ് പാട്ട് ഏതാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ആ ഒരു പാട്ടെങ്കിലും കണ്ടിരിക്കുക. സോ അത് ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. അതിൽ ഈ ഒരു സിനിമയ്ക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, ഈ ഒരു ക്യാരക്ടറും ആ സിനിമയും തമ്മിലൊക്കെ. അപ്പോൾ ആ ഒരു കഥനെ ഭയങ്കരമായിട്ട് ഈ രേഖ എന്ന് പറഞ്ഞ ആ ഒരു ഇതായിട്ട് ഭയങ്കരമായിട്ട് സിങ്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ മമ്മൂട്ടിനെ ഭയങ്കരമായിട്ട് ഈ കഥയിൽ എന്താ പറയുക രേഖാചിത്രത്തിൽ ഭയങ്കരമായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് റീസൺസും പിന്നെ അത് മാത്രമല്ല അത് മലയാള സിനിമയിലെ മറ്റ് പഴയ നടന്മാരും നടിമാരും ഇപ്പോൾ നമ്മളുടെ ഭരതൻ അതുമാതിരിയുള്ള ആൾക്കാരെല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ക്രൈം ത്രില്ലറിൽ ഇത്രയൊക്കെ വേണമെന്ന് നിങ്ങൾ വേണമെങ്കിൽ ചിന്തിക്കാമായിരിക്കാം. പക്ഷെ ആ ഒരു കഥ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിലെ മലയാള സിനിമ ചിത്രീകരണം എങ്ങനെയായിരുന്നതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻ്റൊക്കെ നല്ല വൃത്തിക്ക് അത് കാണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭരതൻ്റെ ഒക്കെ കറക്റ്റ് നമ്മൾ ഇപ്പോഴും ഭരതൻ്റെ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന കറക്റ്റ് ഫോട്ടോന് യോജിച്ച രീതിയിലുള്ള ഒരു ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്ത് അതേ രീതി പ്രസൻറ്റ് ചെയ്ത് ആളുടെ ആ ഒരു സ്റ്റൈലടക്കം കറക്റ്റായിട്ട് അതിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സർപ്രൈസസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ എന്തായാലും അത് തിയേറ്ററിൽ തന്നെ കാണാൻ നല്ല എക്സ്പീരിയൻസ് ചെയ്യുക. ഭയങ്കരമായിട്ടുള്ള കുറേ സംഭവങ്ങൾ മലയാള സിനിമയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഈ ഒരു കഥയിൽ പറയാനായിട്ട് ഡയറക്ടർ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സംവിധായകൻ ജോഫിൻ ടി ചാക്കോയാണ്, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. പ്രീസ്റ്റ് സംവിധാനം ചെയ്ത പുള്ളിയാണിത്. ആളെ രണ്ടാമത്തെ സിനിമയാണെന്ന് തോന്നുന്നു. സോ ഒന്നാമത്തെ സിനിമ നിങ്ങൾക്ക് അറിയാലോ, അത് മമ്മൂട്ടിനെ വെച്ച് തന്നെ ചെയ്ത പടമാണ്. ഇപ്പോൾ രണ്ടാമത്തത് ഈ ഒരു ക്രൈം ത്രില്ലർ ഈ രീതി പിടിച്ചു പോയെങ്കിലും ഈ സിനിമയിൽ പുള്ളി മമ്മൂട്ടിനെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടില്ല. പുള്ളിക്ക് നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്മളുടെ ശരിക്കുള്ള ആ ഒരു നടനാണ് ഉദ്ദേശിച്ചത്, അല്ലാണ്ട് മമ്മൂട്ടിക്ക് അങ്ങനെ ക്യാരക്ടർ അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു പടമാണ് ഈ ഒരു രേഖാചിത്രം. അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പുള്ളിക്കാരൻ അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആസിഫ് അലി എനിക്ക് എടുത്ത് പറയാനുള്ളത്, ആള് ഓരോ വർഷവും ആളുടെ പെർഫോമൻസ് ബ്യൂട്ടിഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം നല്ല സിനിമകളായിരുന്നു. ആളുടെ 4-5 സിനിമകളും വ്യത്യസ്തമായ ജോണേഴ്സ് ആയിരുന്നു. അതെല്ലാം നല്ല ബ്യൂട്ടിഫുള്ളായി ചെയ്തു. ഇതിൽ വന്നപ്പോഴും ആൾ കഴിഞ്ഞ വർഷം ചെയ്ത തലവൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സിനിമയിലെ പോലെയല്ല, ഇതിൽ വേറൊരു രീതിയിലാണ്, ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് രീതിയിലാണ് ഈ ഒരു ഓഫീസർ പോകുന്നത്. അങ്ങനെ 2 ടൈപ്പിൽ വേണമെങ്കിൽ ഈ ആസിഫ് അലി തന്നെ ഒരു 2 വർഷത്തിൻ്റെ ഗ്യാപ്പിൽ തന്നെ 2 ടൈപ്പ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. പിന്നെ അനശ്വരരാജനാണെങ്കിലും ആളുടെ സ്ക്രിപ്റ്റ് സെലക്ഷനൊക്കെ കുറച്ചുകൂടി നന്നാക്കി വരുന്നുണ്ട്. ഇതിൽ ഈ രേഖ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാരക്ടറൊക്കെ നല്ല ചൂസ് ചെയ്തെടുത്ത പോലെ തോന്നി. പിന്നെ എടുത്തു പറയാനുള്ളത് ഇതിലെ വേറെ കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. മറ്റേ നമ്മളുടെ ആട്ടത്തിലെ നായികയായിട്ടുള്ള സാറിൻ പുള്ളിക്കാരിക്കൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. അങ്ങനെ ഇതിലെ കാസ്റ്റിംഗ് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അതിനനുസരിച്ചുള്ള രീതിക്കുള്ളൊരു കഥ ഉണ്ടായിരുന്നു. ഗംഭീര സ്ക്രീൻ പ്ലേ ഉണ്ടായിരുന്നു. ഇതിൻ്റെ മെയിൻ സംഭവം ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. അതായത് ആ കഥയും സ്ക്രീൻ പ്ലേയും അത് എടുത്ത് ഡയറക്റ്റ് ചെയ്യേണ്ട ഒരു പണി മാത്രമേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ടർക്ക് ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് തോന്നിപ്പോയി. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കഥ, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ, പിന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള നല്ല ആർട്ടിസ്റ്റുകൾ. അങ്ങനെ ഈ ഒരു വർഷം 2025 തുടങ്ങാൻ ഏറ്റവും
എന്താ പറയുക അനുയോജ്യ ഗംഭീര സിനിമയായിട്ടാണ് എനിക്ക് ഈ ഒരു സിനിമ മൊത്തം കണ്ടപ്പോൾ തോന്നി. പിന്നെ ഈ സിനിമയിൽ കഥ ഞാൻ പറഞ്ഞല്ലോ, കഥയ്ക്ക് ഇത്ര ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇത്ര രസം എന്ന് പറയാനായിട്ട് ഈ സിനിമയിലെ പല പ്ലോട്ട്സും, അതായത് ഒരു കേസാണല്ലോ, ഒരു വഴിത്തിരി കേസിന് വരണമെങ്കിൽ ചില ഇൻസിഡൻസ് ഉണ്ടാവണം. ഇതെല്ലാം സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഡീറ്റെയിലിങ് ഇത് എഴുതിയ ആളെങ്കിൽ സമ്മതിക്കാതെ വയ്യ. ഇതിൽ ഈ ഒരു കഥയിലെ പ്രധാനപ്പെട്ടൊരു സംഭവം ചുരുളഴിയുന്നത് ഒരു പ്രമുഖ ഒരു ചാനലിലെ ഒരു പ്രോഗ്രാമിലെ ഒരു എപ്പിസോഡ് വഴി അത്രയും ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഇത് ശരിക്കും അങ്ങനെ ഒരു സംഭവമൊന്നും ഇല്ല. അതായത് ആ സിനിമ കാതോട് കാതോരം എന്ന് പറഞ്ഞ സിനിമ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഓഡിയൻസിന് മുന്നിൽ അവർക്ക് അത് അങ്ങനെയാണെന്നുള്ള രീതിയിൽ സംശയം പോലും ജനിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻസിഡൻസ് എല്ലാം കറക്റ്റ് അതെങ്ങനെ മാച്ച് ചെയ്തെന്ന് പോലും എനിക്ക് മനസ്സിലാകാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ആ ഒരു എപ്പിസോഡിൽ നിന്ന് പുള്ളി പറയുന്ന ആ സംഭവം എടുത്തിട്ട് അങ്ങനെ ഒരു ഗംഭീര സംഭവം തന്നെയായിരുന്നു. പിന്നെ ജഗദീഷ് പിന്നെ ഇതിൽ വരുന്നുണ്ട്. ജഗദീഷ് പിന്നെ വേറൊരു മലയാള സിനിമയിലെ ഒരു മുകേഷ് പറയുന്നൊരു പ്രത്യേക ഡയലോഗുണ്ട്. ആ ഒരു ഡയലോഗും ഈ ഒരു സിനിമയിലെ ഒരു ആളും എങ്ങനെ അതൊക്കെ കണക്റ്റായി പോയി എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച് പോയി. അതിൻ്റെ സ്ക്രിപ്റ്റും കഥയും സ്റ്റോറി ഇതൊക്കെ എഴുതിയ രാമു നല്ല പുള്ളിയുടെ പേര്, അങ്ങനെ എന്തോണം ആളെ സമ്മതിക്കാതെ വയ്യ. കാരണം അത്ര ഗംഭീരമായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ഇപ്പോൾ മലയാള സിനിമകൾ ടെക്നിക്കൽ സൈഡൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഭാഗത്തിൽ AI യൂസ് ചെയ്തൊരു സംഭവം വരുന്നുണ്ട്. അത് കുഴപ്പമില്ലായെന്ന് എനിക്ക് തോന്നി. ഒരു AI ഒരു ചെറിയ സംഭവം വരുന്നുണ്ട്. കുഴപ്പമില്ലായിരുന്നെങ്കിൽ അതും കുഴപ്പമില്ല എന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ. പക്ഷേ മ്യൂസിക് അല്ലെങ്കിൽ ഷമീർ മുഹമ്മദാണ് ഇത് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. മുജീബ് ആണ് ഇതിൻ്റെ മ്യൂസിക്കൊക്കെ ചെയ്തിരിക്കുന്നത്. അവരെല്ലാം പ്രത്യേകിച്ച് മുജീബിൻ്റെ മ്യൂസിക് കറക്റ്റ് ആ ഒരു സിറ്റുവേഷൻസിന് ഭയങ്കരമായിട്ട് സിങ്കായി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഏറ്റവും എന്തുകൊണ്ട് നിങ്ങൾ ഇതുവരെ ഈ ഒരു വർഷം ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും ഡിമാൻഡ് ചെയ്യും, എന്തായാലും നിങ്ങൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്ന്. ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 2 മണിക്കൂർ 20 മിനിറ്റ് ലെങ്ത് പറഞ്ഞൊരു സിനിമയാണ്. എനിക്ക് ഈ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യാൻ എന്തുകൊണ്ടും ഗംഭീര സ്റ്റാർട്ടായിട്ട് തോന്നിയ സിനിമയായിരുന്നു രേഖാചിത്രം. അങ്ങനെ ഈ വർഷത്തെ ഒരു നല്ല സിനിമ കണ്ടൊരു ഗംഭീര ഫീലിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇനിയും 2025 ഇങ്ങനെ നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുകയാണ്. നല്ല സിനിമകൾ വരാൻ കിടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വർഷമാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന മോഹൻലാലിൻ്റെയും നിവിൻ പോളിൻ്റെയും. കാരണം ഇവരുടെയൊക്കെ കംബാക്കിന് നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം അത്ര നല്ല സിനിമകൾ ചെയ്ത ആൾക്കാരാണ്. പക്ഷേ ഇപ്പോൾ എന്തൊക്കെയോ സ്ക്രിപ്റ്റ്സ് കളക്ഷൻ കൊണ്ടോ എന്തുകൊണ്ടൊക്കെയോ സിനിമകളെല്ലാം പരാജയമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വർഷം 2025 മലയാള ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് നല്ല വർഷമാവട്ടെ. അതിൽ നല്ലൊരു സിനിമയായിരുന്നു രേഖാചിത്രം. എനിക്ക് വളരെയധികം ഇഷ്ടമായി. നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നണതെന്ന് കണ്ടതിന് ശേഷം ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് ആയിട്ട് രേഖപ്പെടുത്താം. നിങ്ങൾ ആരെങ്കിലും ഇപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് കമൻറ്റിൻ്റെ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അടുത്തൊരു സിനിമയുടെ വിശേഷമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.